ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് അവനെ ഒരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ ഏതെങ്കിലും ചെയ്യുന്ന കമ്പനികളുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഈ ഒരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ കാലിക്കറ്റിലുള്ള ഏതെങ്കിലും കമ്പനികളെ കുറിച്ച് സെർച്ച് ചെയ്ത സമയത്ത്, ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സെർച്ച് ചെയ്ത സമയത്ത് ഒരു കമ്പനിയുടെ പരസ്യം എൻ്റെ മുന്നിൽ വന്നു. ഞാൻ അവരുടെ കോഴ്സൊക്കെ നോക്കി, വളരെ അടിപൊളിയാണ്, അവരുടെ റിവ്യൂ ഒക്കെ കണ്ടു. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, അവരെന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ക്ലോസ് ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ റിക്വയർമെന്റ് ഇതാണ്, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്, എനിക്ക് എൻ്റെ റിക്വയർമെന്റ് ഇതാണ്, പുള്ളി ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവർക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് പഠിക്കണം, അത് കോണ്ടന്റ് മാർക്കറ്റിംഗ് എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞു, അദ്ദേഹം ബ്രോഷർ അയച്ചു തന്നു. ഞാൻ ആ ബ്രോഷർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഞാൻ അദ്ദേഹത്തിനും അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അവരെ കണക്ട് ചെയ്തു. അദ്ദേഹം അവരോട് കുറെ ക്വസ്റ്റ്യൻസ് അതൊക്കെ അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഒരു സെയിൽസ് ടീമിലെ അദ്ദേഹം ആ ഒരു കമ്പനിയിലെ സെയിൽസ് ടീമിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു. വാട്ട് ഈസ് ദ അപ്ഡേറ്റ് ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. വാട്ട് ഈസ് ദ അപ്ഡേറ്റ് എന്ന് അയച്ചുകൊണ്ട് ഒരു 3 ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് ആ സെയിൽസ് ടീം ഞാനൊരു കസ്റ്റമറായ എന്നെ എന്തോ പണി ഏൽപ്പിച്ചിട്ട് അതിന്റെ അപ്ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ട് അയക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും ക്വസ്റ്റ്യൻ മാർക്കും അയച്ചിരിക്കുകയാണ്. നമ്മളെ ഒരു മിനിമം ഒരു കസ്റ്റമർ സർവീസ് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ, നമ്മളെ കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളെ ഒരു മിനിമം എങ്കിലും ഒരു കസ്റ്റമർ സർവീസ് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ട് വേണം നമ്മൾ ഇവരെ നമ്മുടെ ഈ ഒരു കസ്റ്റമർ ഫേസിംഗ് റോളിൽ നമ്മൾ ഇവരെ ഇരുത്താൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് അയച്ച അതേപോലെ തന്നെ അദ്ദേഹത്തിനും അയച്ചു ഇതേ സെയിൽസ് ടീം വാട്ട് ഈസ് ദ അപ്ഡേറ്റ് എന്ന് വെച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് വന്ന അതേ ഒരു മെന്റാലിറ്റി തന്നെയാണ്, എനിക്ക് വന്ന അതേ ഒരു ഫീലിംഗ് തന്നെയാണ് അദ്ദേഹത്തിനും വന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതൊരു കസ്റ്റമേഴ്സിനാണോ ഇതേ മെസ്സേജ് അയക്കുന്നത്, ആ സെയിൽസ് അവിടെ ഡ്രോപ്പ് ആവുകയാണ്, ആ സെയിൽസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. നല്ല ഹൈ ടിക്കറ്റ് സെയിലാണ്, അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ, നമ്മുടെ കസ്റ്റമർ കെയർ ടീമിലും ആരാണോ നമ്മുടെ കസ്റ്റമേഴ്സിനെ ആദ്യം കണക്ട് ചെയ്യുന്നത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് കസ്റ്റമർ സർവീസ് എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്ത് എങ്ങനെയായിരിക്കണം നമ്മളൊരു കസ്റ്റമേഴ്സിനോട് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അതിന്റെ സെയിൽസ് സ്ക്രിപ്റ്റ് പോലും നമ്മൾ എഴുതി കൊടുത്ത് നമ്മൾ അവരെ പഠിപ്പിച്ച് ആ രീതിയിൽ ട്രെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ അവരെ കസ്റ്റമേഴ്സിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. ഇല്ലാത്ത നിമിഷം ഈ ഒരു കസ്റ്റമറെ മാത്രമല്ല, വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഒരു കമ്പനിയും നമ്മുടെ ഒരു ബ്രാൻഡും ഒന്നും അല്ലാതായി പോകുന്ന ഒരു ഗതികേട് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സെയിൽസ് ടീമിനെ നല്ല രീതിയിൽ സെയിൽസിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നല്ല ടീമിനെ സെയിൽസിൽ പ്ലേസ് ചെയ്യാൻ നോക്കുക. ആൻഡ് മൈസെൽഫ് സുഹാസ് ചെപ്പാലി, I will come with more useful videos. And till then, bye bye.